എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻകറിയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. തേങ്ങ അരച്ച് വെക്കുന്ന ഒരു മീൻകറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഒരു 3-4 കൈപ്പിടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് കൂടിപ്പോവണ്ട. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. തരികളൊന്നും ഇല്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 5 ചെറിയുള്ളി ചതച്ചെടുത്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ടൊരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർക്കാം. ഞാനപ്പോൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളി അനുസരിച്ചിട്ട് കുടംപുളി ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുക. അത് നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയല മീനാണ്. ഞാനിപ്പോൾ ഒരു 6 അയലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അയില ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ച ഗ്രേവിയുടെ ആ വെള്ളമൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിത് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഇത് ഇരിക്കും തോറും വല്ലാതെ കട്ടിയായി പോവും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിച്ചിടാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇടാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അയലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തേങ്ങ അരച്ച അയലക്കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്